നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് മേഖലയിൽ തിരക്കിട്ട സൈനിക നീക്കങ്ങൾ നടന്നു വരികയാണ്. ജാഗ്രതയോടെയാണ് പ്രവാസികൾ ഈ ഒരു സന്ദർഭം ഉറ്റുനോക്കുന്നത്. തന്നെ സൈനിക കമാൻഡറെ വധിച്ച അമേരിക്കയോട് പകരം വീട്ടാൻ ഇറാനിൽ മുറവിളി ശക്തമാകുമ്പോൾ ഗൾഫ് മേഖലയിൽ തിരക്കിട്ട സൈനിക നീക്കങ്ങൾ നടന്നു വരികയാണ്. 3000 സൈനിക ട്രൂപ്പുകളെ കുവൈറ്റിലേക്ക് അയക്കാൻ അമേരിക്ക ഉത്തരവിട്ടതായി വാർത്താ ഏജൻസികൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ രംഗം കൂടുതൽ വഷളാക്കരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഖസം സുലൈമാനിയുടെ രക്തത്തിന് പകരം ചോദിക്കണമെന്ന ആവശ്യവുമായി ഇറാനിൽ ജനം ശക്തമായി തന്നെ തെരുവിൽ പ്രക്ഷോഭമുണ്ടാക്കുകയാണ്. പകരം വീട്ടുമെന്ന് പരമോന്നത നേതാവ് അലി ഖാംനെയിയും പുതിയ കമാൻഡർ ഇസ്മായിൽ ഖാനിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗൾഫ് മേഖല യുദ്ധത്തിന്റെ കരിനിഴലിലിരിക്കുകയാണ്. 3000 സൈനിക ട്രൂപ്പുകളെ കൂടി കുവൈറ്റിലെത്തിക്കാൻ അമേരിക്ക ഉത്തരവ് നൽകിയിരിക്കുന്നത്. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ വലിച്ചിഴക്കരുതെന്ന നിലപാടിലാണ് ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത്. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഊഹിക്കാൻ പോലും കഴിയാത്ത നഷ്ടങ്ങളായിരിക്കുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. വിവേകപൂർണമായിരിക്കണം നിലപാടുകളെന്ന് UAE ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിനിടെ പ്രകോപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല, ചർച്ചകൾ നഷ്ടപ്പെടുത്തിയിട്ടുമില്ല എന്നതായിരുന്നു ട്വീറ്റ്. അമേരിക്കക്കാരുടെ ജീവിതം വെച്ച് ട്രംപ് ചൂത് കളിക്കുകയാണെന്നാണ് വിമർശനം അമേരിക്കൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ. എന്നാൽ ഇത്തരം പ്രകോപനപരമായ സന്ദർഭങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഇത് കൂടുതലായി ബാധിക്കുന്നത് പ്രവാസികളെ തന്നെയാണ്. അതിനാൽ തന്നെ പ്രവാസികളേവരും കൂടുതൽ ജാഗ്രത പുലർത്തി പോരുന്നുണ്ട്. പ്രവാസികൾക്കായി ഇന്ത്യ സംസാരിക്കുക തന്നെ ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.